ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇതിലെ പോസിറ്റീവ് കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്ത് ജീവിതത്തിലേക്ക് എടുക്കുവാൻ കാണുന്ന ഓരോ വ്യക്തികൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു. നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ അഫർമേഷൻ ചെയ്യുക, നെഗറ്റീവായ കാര്യങ്ങൾ വിട്ടുകളയുക. ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകും. ജനറൽ റീഡിംഗ് ആണ്. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട് അവരുടെ എനർജി കൂടി വരുന്നത് നിങ്ങളുടെ എനർജി സ്വീകരിക്കുക. ഇപ്പം നോക്കാം. എൻ്റെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിലെ റൂട്ട് ഇഷ്യൂ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്ത് റൂട്ട് ഇഷ്യൂ ആണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉള്ളത്? പ്ലീസ്. ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 5, 7, 15, 17, 10, 8, 1, 16, വീണ്ടും 7 ആവർത്തിച്ച് വന്നു. 14, 5, 3, 4. ഓക്കെ, ഈ ഡേറ്റോ ഈ മന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടോ നിങ്ങളുടെ പേഴ്സൻ്റെ ബന്ധവുമായിട്ടോ ഏതെങ്കിലും രീതിയിൽ കണക്റ്റ് ആകുന്നു എന്ന് നോക്കുക. ഇവിടെ എല്ലാ എലിമെൻറ്റും വന്നിട്ടുണ്ട്. ഈ രാജ്ഞിയുടെ തലയിലിരിക്കുന്ന കിരീടത്തിൽ 12 രാശികൾ വരുന്ന കല്ല് പതിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ഒറ്റ കാർഡിൽ തന്നെ എല്ലാ രാശികളും ഇവിടെ ഉണ്ട്. ഓക്കെ, ഏരീസ്, ലിയോ, സാജിറ്റേരിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. ഓക്കെ, നമുക്ക് നോക്കാം. എൻ്റെ വ്യൂസിൻ്റെ റൂട്ട് ഇഷ്യൂ റിലേഷൻഷിപ്പ് ബേസിൽ എന്താണ് റൂട്ട് ഇഷ്യൂ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നഷ്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള റൂട്ട് ഇഷ്യൂ. ഓക്കെ, നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് റൂട്ട് ഇഷ്യൂ. അതിനൊരു സ്റ്റാർട്ടിങ് ലഭിക്കുന്നില്ല. ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് അഫർമേഷൻ ചെയ്യുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളുടെ ലൈഫിൽ ചിലതൊക്കെ സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നുമല്ല നിങ്ങളുടെ ശ്രദ്ധ. കഴിഞ്ഞുപോയ കാലങ്ങളെ ഓർത്ത്, നഷ്ടങ്ങളെ ഓർത്തിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് റൂട്ട് ഇഷ്യൂ. പുതിയ മറ്റ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തികത്തിലാണെങ്കിലോ അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ എല്ലാം മറന്ന് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ ആ മൂവ് ഓൺ ചെയ്തെങ്കിലും നിങ്ങൾക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയാതെ ആ പഴയ കാലങ്ങളിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഞാൻ എന്തിനാണ് ചെന്ന് പെട്ടത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു, എൻ്റെ ഭാഗത്തെ തെറ്റെന്താണ് എന്നുള്ള രീതിയിൽ ആ പഴയതിനെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ സന്തോഷിക്കാൻ വിട്ടുപോകുന്നതായി കാണുന്നു. അല്ലെങ്കിൽ ആ പഴയ കാര്യം വീണ്ടും ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, പ്രവർത്തിക്കുകയല്ല. വെയിറ്റ് ചെയ്ത് നിന്നിട്ടും അത് സാധിക്കുന്നില്ല. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സോപ്പ് വാങ്ങിച്ച് അത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നാൽ നമ്മളുടെ ശരീരത്തിലെ അഴുക്ക് പോകില്ല. അത് തേച്ച് കുളിച്ചെങ്കിൽ മാത്രമേ ശരീരത്തിലെ അഴുക്ക് പോകുകയുള്ളൂ. ഇത് ഇപ്പോഴും അവിടെ സ്റ്റില്ലാണ്. ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എനിക്ക് മൂവ് ഓൺ ചെയ്യണം, പക്ഷേ അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ കാലുകൾ മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോകാൻ പറ്റൂ. അവിടെ തന്നെ സ്റ്റക്ക് നിന്നുകൊണ്ട് പറയണം, എനിക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ കഴിയാത്തത് നമ്മളുടേതായ ചില ഫോൾട്ടാണെന്ന് ചിന്തിക്കുക. വ്യക്തിയെ അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ നമ്മൾ തന്നെ 2 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണം.
മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, ചില ഭയത്തിൽ അല്ലെങ്കിൽ ചില വിഷമത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. മൂവ് ഓൺ ചെയ്തു, ഓക്കെ ഞാൻ മൂവ് ഓൺ ചെയ്തു, ഞാൻ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, പേഴ്സൻ്റെ പിറകെ ഞാനിപ്പോൾ പോകുന്നില്ല, എൻ്റെ ലൈഫിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, കൂട്ടുകാരൊന്നും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചിന്ത പഴയ കാലത്തെ പൊക്കിക്കൊണ്ടുവരും. ഓക്കെ, അത് കാരണം നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു പോകാനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നിൽക്കുന്ന ചില വ്യക്തികളെ കാണുന്നു. അതാണ് റൂട്ട് ഇഷ്യൂ. ഈ റൂട്ട് ഇഷ്യൂ അല്ലാത്തവർ വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ റീഡിംഗ് അല്ല, നിങ്ങളുടെ റീഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് സ്നേഹമുണ്ടോ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതിന് വന്ന കാർഡ് ഇത് ചാരിയറ്റിൻ്റെ കാർഡാണ്, 7 നമ്പറാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യാൻസറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്, കർക്കിടകം. ഇവിടെ തന്നെ നിങ്ങളുടെ പഴയ കാര്യങ്ങളെ ഓർമ്മയാണ് ഈ സോഡിയക് സൈൻ പറയുന്നത്. ഓക്കെ, 9 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, ആ യാത്രകൾ, ജീവിതയാത്ര അവർ ഓർക്കുന്നുണ്ട്. പൂർണ്ണത എത്തിയ ഒരു ലൈഫായിരുന്നു നിങ്ങളുടേതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവരുടെ ലൈഫിലെ എല്ലാമായിരുന്നു. ജീവിതത്തിൽ നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരുപാട് സഹായങ്ങൾ കൊടുത്തിരുന്ന വ്യക്തിയാണ്. എപ്പോഴും നിങ്ങൾ എപ്പോഴാണ് അവർക്ക് ആവശ്യം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങളവിടെ പ്രസൻ്റ് ആയിരുന്ന ഒരു ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളൊരു ഫാമിലി ആയിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ട്രെങ്ത് ആയിരുന്നു, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രെങ്ത് ആയിരുന്നു. ഏത് സമയത്തും നിങ്ങൾ അവരെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. അവരൊരിക്കലും നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയെ നിങ്ങളുടെ മനസ്സിലില്ലായിരുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി ഓരോ നിമിഷവും നല്ലതിന് വേണ്ടി പ്രവർത്തിച്ചു. ഒരു മദറിങ് കെയർ ആയിരുന്നു നിങ്ങൾ കൊടുത്തിരുന്നത്. ഓക്കെ, എന്തിനേയും നിങ്ങളുടെ പേഴ്സണ് എത്ര ദേഷ്യപ്പെട്ട് നിങ്ങൾ ഇരുന്നിരുന്നാലും ആ ദേഷ്യത്തെ എല്ലാം മാറ്റാൻ നിങ്ങളുടെ പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മകൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. എങ്കിൽ പോലും ഇടയ്ക്കെങ്കിലും ഒരു ചെറിയ നെഗറ്റീവായിട്ടുള്ള റൂട്ടിലൂടെയും നിങ്ങളുടെ പേഴ്സൺ പോകുന്നുണ്ട്. ഇവിടെ ഒരു 2 സിംഹത്തെ കാണാം, പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ പേഴ്സണെ അലട്ടുന്നുണ്ട്. പക്ഷെ കൂടുതലും നിങ്ങളുടെ നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അടുത്ത എനർജിയിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങളുടെ ലൈഫിലെ തടസ്സങ്ങൾ മാറുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും ഉള്ള തടസ്സങ്ങൾ മാറുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലെ തടസ്സങ്ങൾ മാറുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു തടസ്സം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു തടസ്സം എന്ന് പറയുന്നത് ഒരു പക്ഷേ ജീവിതത്തിലേക്കായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി സംബന്ധമായിരിക്കാം. കാരണം വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഇപ്പോഴും ശ്രദ്ധ കൊണ്ടുവരാൻ സമയമായിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഇപ്പോൾ ചില തടസ്സങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ എന്നേക്കുമായിട്ട് വിട്ട് കളഞ്ഞു എന്ന്. പക്ഷേ അവർ വിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ശ്രദ്ധ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ മാറ്റിയിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല. ചില ബ്ലാക്ക് എനർജിയിൽ നിങ്ങളിലേക്ക് ശ്രദ്ധ വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇവിടെ ഒരു കരിമ്പൂച്ച ഇരിക്കുന്നത് കാണാം. ചെറിയൊരു ബ്ലാക്ക് എനർജിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളിലേക്ക് ശ്രദ്ധ വരാതിരിക്കുന്നത്. അതൊരു പക്ഷേ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സമായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻ സംബന്ധമായിട്ടുള്ള തടസ്സമായിരിക്കാം. അത് നിങ്ങളെ മുന്നോട്ട് പോകാതെ വണ്ണം ഈ ഒരു ബ്ലാക്ക് എനർജി, ഇവിടെ ഒരു കരിമ്പൂച്ചയെ കാണുന്നുണ്ടല്ലോ, ആ ഒരു തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ഈ റിലേഷന് വേണ്ടി മടുപ്പ് തോന്നുക, ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് വിചാരിച്ച് ഒരു കണ്ണും കയ്യും ഒക്കെ കെട്ടി നിൽക്കുന്ന അവസ്ഥ, മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥ, മുന്നോട്ട് ഭയം തോന്നുന്ന അവസ്ഥ, ഓവർ തിങ്കിങ്, നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകൾ, ഇതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഉടൻ തന്നെ അതിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കും. അതിന് സമയം കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ കുറേ നാളായിട്ട് നോക്കുന്നു, മാറുന്നില്ല എന്ന് ചിന്തിച്ചാൽ പറ്റത്തില്ല. നമ്മുടെ യൂണിവേഴ്സിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഉടൻ തന്നെ വളരെ സ്പീഡിന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, അടുത്ത നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് എന്താണ്? പ്രസൻറ്റ്, നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള പ്രസൻറ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലെ പ്രസൻറ്റ് എന്താണ് ഇപ്പോഴുള്ള? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസ് വന്നിരിക്കുന്നത്? ഇപ്പോൾ പ്രസൻറ്റ് എന്ന് പറയുന്നത് ബാലൻസിങ് ആണ്. ഇതും ടെമ്പറൻസ് ആണ്, ഇതും ടെമ്പറൻസ് ആണ്. ഈഗോയെ ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നു. ചില ദേഷ്യങ്ങൾ, നിങ്ങളുടെ മുന്നിലുള്ള ചില പകകൾ ബാലൻസിങ്ങിൽ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ദ എംപറർ വന്നിട്ടുണ്ട്. ആ എംപററിൻ്റെ സ്വഭാവം ബാലൻസിങ്ങിൽ വരുന്നുണ്ട്. എംപറർ എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യവുമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജയിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. അത് ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയത് കൊണ്ട് ആ ഒരു ദേഷ്യം നിങ്ങളെ എല്ലാവരോടും കാണിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അത് അനുഭവിക്കുന്ന ചിലപ്പം ഒരു തെറ്റും ചെയ്യാതെ, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു ഇതൊക്കെ കാണിക്കുന്ന വീട്ടുകാരോടായിരിക്കും ആ ഒരു പൊട്ടിത്തെറിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴല്ല ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ദേഷ്യങ്ങളെല്ലാം മാറി, നിങ്ങളെല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ വാട്ടർ എലിമെൻറ്റും എർത്ത് എലിമെൻറ്റും നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു ഗ്രോത്ത്, നിങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ഗ്രോത്തുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പ്രസൻറ്റിലാണ് ഇപ്പോൾ നടക്കുന്നതിൽ നിങ്ങൾക്ക് ചില പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അത് റിലേഷൻ ബേസിലാണെങ്കിലും ശരി, അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്കൊരു അത്ഭുതമായി തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈഗോ വിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ഈഗോ ആണെങ്കിലും ദേഷ്യമാണെങ്കിലും അത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാകാം, നിങ്ങളുടെ എനർജിയുമാകാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ ഇപ്പോഴുള്ള സാമ്പത്തികം ഏത് നിലയിലാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ സാമ്പത്തികം ഇപ്പോൾ ഏത് നിലയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. ദ ഫൂൾ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് പണം നിങ്ങൾ എങ്ങനെയെങ്കിലും മറിച്ചിട്ട് ചില കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ചില പണം എവിടെ നിന്നെങ്കിലും വാങ്ങാൻ നിങ്ങൾ ചില ഡോക്യുമെൻസുകൾ വെച്ചതിന് ശേഷം പണം വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഒന്നും സംഭവിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ കുറേ ബട്ടർഫ്ലൈയെ കാണാം. ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഒരു മാറ്റമാണ്. ഓരോ ദിവസവും ഉണ്ടാകുന്ന മാറ്റം, ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്ന മാറ്റം. പുഴുവായിരുന്നോ പ്യൂപ്പയായിരുന്നോ നല്ലൊരു ബട്ടർഫ്ലൈ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശോഭിക്കാൻ പോകുകയാണ്. ഇതുവരെയും ജഗ്ലിംഗ് സിറ്റുവേഷൻ, ചില കാര്യങ്ങളിൽ എനിക്കത് നടക്കുമോ കിട്ടുമോ എന്നുള്ള ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു കാര്യത്തെ ജീവിതത്തെ രണ്ടറ്റത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഒരു മാറ്റം വന്നു ചേരാൻ പോകുകയാണ്. ഓക്കെ, പക്ഷേ യൂണിവേഴ്സിൻ്റെ ഒരു മുന്നറിയിപ്പുണ്ട്. നിങ്ങൾ എടുത്തു ചാടരുത്. നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നിങ്ങളെ ചതിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എടുത്തു ചാടരുത് എന്ത് കണ്ടിരുന്നാലും. അപ്പം അത് ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനും കൂടി പറയുന്നുണ്ട്. ഒരു മാറ്റം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് സാമ്പത്തികം, കിങ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ഗ്രോത്താണ്, സാമ്പത്തികമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു. ഇപ്പോൾ ഒരുപാട് വിഷമത്തിൽ കൂടി ഒരു പ്യൂപ്പ, ഒരു ചെറിയ പുഴു ഒരു ഇതിൻ്റെ അകത്ത് സമാധി ഇരിക്കുന്നത് പോലെ കുറേ നാളായിട്ട് നിങ്ങളൊരു വിഷയത്തിൻ്റെ മേളിൽ വിഷമിച്ച് ഒന്നും നടക്കാതെ ഇരിക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. ബട്ടർഫ്ലൈ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഗ്രോത്താണ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് അവരങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം. നമ്മൾ വിചാരിക്കും അയ്യോ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓടിയിട്ട് കിട്ടിയതാണ്, അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് മോശമാകുമോ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ബാങ്ക് മാനേജറാണ്, നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ബാങ്ക് മാനേജർ എന്ത് വിചാരിക്കും എന്നൊന്നും ആ ഒരു സമയത്ത് ചിന്തിക്കരുത്. അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, ഇത് അടച്ചില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരടവ് വൈകിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടപടിയാണ് നമുക്കെതിരെ എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് തിരിയാൻ. ഓക്കെ, താങ്ക് യു ന്യൂസ്. എന്തായാലും ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് എന്തൊക്കെയോ രണ്ട് സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്നു. അതിനെ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് സാമ്പത്തിക കാര്യം ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കുടുംബജീവിതത്തിലും കാണുന്നുണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് പരമായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം ആ ബിസിനസ്സിനെയൊക്കെ നേരെ കൊണ്ടുപോകുന്നതിന് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സംഭവിക്കാതെ നിരാശയിൽ നിൽക്കുന്ന വ്യക്തികളുമുണ്ട്. ഉടൻ തന്നെ അങ്ങനെ നിൽക്കുന്ന ലൈഫിൽ ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫ്യൂച്ചറിൽ റിലേഷൻഷിപ്പ് സാമ്പത്തികവും എന്തായിത്തീരും, ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പും സാമ്പത്തികവും എന്തായിത്തീരും. ആദ്യം നമുക്ക് നോക്കാം റിലേഷൻഷിപ്പിൽ എന്തായിത്തീരും. പേജ് ഓഫ് പെൻറ്റിക്കിളാണ് റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണ് അഫർമേഷൻ ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. ഓക്കെ, പുതിയ ചില വ്യക്തികളുടെ ലൈഫിലേക്ക് പുതിയ വ്യക്തികൾ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ചില വ്യക്തികൾക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞ് കാണും ചില മെസ്സേജ് കോള്, പുതിയ വ്യക്തികളുടെ കോള് മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ്, ഒരു മനസ്സിലൊരു സ്പാർക്ക് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ച് കാണും. അല്ലാത്ത പക്ഷം പഴയ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ, അപ്പോൾ പുതിയതും പഴയതും ഉണ്ടോ റിലേഷനിലെന്നൊക്കെ ചില വ്യക്തികൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുതിയതും പഴയതും ഉണ്ട്. നമ്മൾ പറയുമ്പോഴത്തേക്ക് ചോദിക്കത്തില്ല നിങ്ങളുടെ പഴയ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നത്
അത് സ്വാഭാവികമാണ്, പുതിയതും പഴയതും പറയുന്നത്. ഓക്കെ, അപ്പം പുതിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. മറ്റു ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ആരംഭിക്കും ഫ്യൂച്ചറിലാണ്. പക്ഷേ ആ ഒരു സ്ഥാനമാനം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ സ്റ്റേബിളിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ഥാനമാനം ലഭിക്കുന്നതാണ്. ഓക്കെ, ഒരുപാട് സ്നേഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ട്. പ്രകടമാക്കത്തില്ല, പ്രകടമായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടമാക്കത്തില്ല. ഇപ്പോൾ ഒരു വഴക്കിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റീയൂണിയനായിട്ട് വരുമ്പോഴും ആ ഒരു പഴയ സ്നേഹം കാണത്തില്ല. അവർ കുറച്ച് മസിൽ പിടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. എന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ല എന്നല്ല, അവർ വിചാരിക്കുന്നു പഴയതുപോലെ സ്നേഹം വീണ്ടും തന്നാൽ നിങ്ങൾക്ക് അഹങ്കാരം കൂടിപ്പോകും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ ചിന്തയാണ് പറയുന്നത്. നിങ്ങൾക്ക് അഹങ്കാരം കൂടിപ്പോകും, അതുകൊണ്ട് കുറച്ച് പിടിച്ച് സ്നേഹം കൊടുക്കുക. അവരുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട്, പക്ഷേ അത് പ്രകടമാക്കുന്നില്ല. അവർ കുറച്ച് എനിക്ക് കുറച്ച് അധികാരമുണ്ട്, കുറച്ച് ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് താന്നു നിൽക്കും എന്നുള്ള രീതിയിൽ പിടിച്ചുള്ള സ്നേഹവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഗവൺമെൻറ് പരമായിട്ടുള്ള ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കീഴിൽ നിങ്ങളുടെ പേഴ്സൺ ഉപദേശിക്കുന്നതനുസരിച്ച് ജോലി ചെയ്യുന്നതായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. ഈ എനർജി നിങ്ങൾക്കും ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരും. ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നു പോയി നിങ്ങളുമായിട്ട് റീയൂണിയന് സാധ്യത 0% ആണെങ്കിൽ അവരിൽ നിന്നും ഒരു മെസ്സേജോ കോളോ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നോക്കാം നിങ്ങളുടെ സാമ്പത്തിക നില എന്തായിരിക്കും ഫ്യൂച്ചറിൽ. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. സ്റ്റാറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. 8 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ, ഹാർഡ് വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താൻ പറ്റുകയുള്ളൂ. ചുമ്മാതെ ഇരുന്നിട്ട് എൻ്റെ സാമ്പത്തികം നേരെ ആകണേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ അഫർമേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. എന്ത് ചെയ്യാനുള്ള ഒരു മനസ്സും നമ്മളിലേക്ക് വേണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ രാവും പകലും നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ, എനിക്ക് നല്ലൊരു ജോലി വേണം എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതെ ബുക്കും അടച്ചു വെച്ചിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഗോളിലേക്ക് എത്തിച്ചേരില്ല. പക്ഷെ രാവും പകലും നല്ല രീതിയിൽ പഠിച്ച് ആ ഒരു ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നവർക്ക് മാത്രമേ അതിലേക്ക് ചെന്നെത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ അപ്പം വിചാരിക്കും നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ജോലി കിട്ടും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ നല്ലോണം പഠിച്ചിട്ടും ഒട്ടും റാങ്കുകൾ നേടിയിട്ടും ഇപ്പോഴും ഒരു ജോലിയും ഇല്ലാതെ തേരാപാര നടക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ യൂണിവേഴ്സ് അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഗ്രോത്തിലെത്തും. ഓക്കെ, നിങ്ങൾ സ്റ്റാറായി മാറും. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രകാശം ഉദിക്കും, ഒരു വഴി. നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരും. അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതുപോലെ ചെയ്ത് മുന്നോട്ട് പോകുക. നിങ്ങളിപ്പോൾ ഏതാണ് പഠിച്ചത്, ആ പഠിച്ചത് എന്ത് എന്ന് ചോദിച്ച് മുന്നോട്ട് പോകും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് എങ്ങനെയാണ്, എനിക്കും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് കണ്ടിട്ട് ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് പോലെ ആയിത്തീരും. ഓക്കെ, പക്ഷേ അതിന് നിങ്ങൾ എന്ത് ചെയ്തെങ്കിലേ പറ്റുള്ളൂ, നിങ്ങളുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഗ്രോത്തിലെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഗ്രോത്തിലെത്തുമെന്നുള്ളത് ഷുവറാണ്. ഹാർഡ് വർക്ക് ഉള്ളവർക്ക് മാത്രം. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നാൽ പറ്റില്ല. റൂട്ട് എനർജി എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ സാമ്പത്തിക നില ഉയരണം, എൻ്റെ റിലേഷൻഷിപ്പ് ഉയരണം, എനിക്ക് ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്ന്, ഈ നെഗറ്റീവ് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറണം എന്ന് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ നടക്കില്ല. ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ഒരു കാല് മുന്നോട്ട് വെക്കണം. മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിലെടുത്ത് ചാടാനല്ല,
യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഒരു പാലം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ ഒരു വഴിയുണ്ട്. ആ വഴിയെ നിങ്ങൾ സഞ്ചരിക്കണം. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ 2 കപ്പ് മാറ്റി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ നഷ്ടങ്ങളല്ല, യൂണിവേഴ്സ് തരുന്നതായിട്ടുള്ള ലാഭങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. ജീവിതത്തിൽ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു ജനനം നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഒരിടത്ത് രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഒരിടത്ത് പകലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണോ സംഭവിച്ചിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് നിങ്ങൾക്കൊരു ലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഓക്കെ, അല്ലാതെ ഈ കണ്ണ് ഈ ഒരു നഷ്ടത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് ഈ ഒരു നഷ്ടം മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ചുറ്റുപാട് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കുള്ള ലാഭങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ദൈവികമായിട്ടുള്ളൊരു പാലം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ആ ഒരു ബ്ലാക്ക് എനർജിയിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയിൽ ഐസൊലേഷനായിട്ട് വിഷമിച്ച് തല താഴ്ത്തി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറരുത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ സ്റ്റെപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു പട്ടണം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സന്തോഷങ്ങളും സമൃദ്ധികളും ഒക്കെ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു പട്ടണം നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. സാമ്പത്തികമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ചോദിക്കും, റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്ന്? ഈ സിറ്റുവേഷനിൽ നിന്ന് മാറുക എന്നുള്ളത് കുറച്ച് പ്രോബ്ലം പിടിച്ച കാര്യമാണ്. എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ മാറി ആ പാലത്തിൻ്റെ മുകളിലൊക്കെ ചെന്ന് നിന്നൊന്ന് കാറ്റൊക്കെ കൊണ്ട് യൂണിവേഴ്സിൻ്റെ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചൊന്ന് പുഞ്ചിരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പട്ടണത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് ആരുമില്ലാതെ കുറേ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കേണ്ടതായി വരും. അപ്പോൾ ഹാർഡ് വർക്കാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാക്കി കൊണ്ടുവരുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് നോക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണൽ ലൈഫ് എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്? ഹെർമിറ്റാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ കുറ്റബോധങ്ങൾ, അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, ഞാനത് പറഞ്ഞതാണല്ലോ പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളൊരു ചില ചിന്തകൾ, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ചില ചിന്തകൾ, ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സണെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അല്ല അവരങ്ങനെ ചെയ്യാൻ കാരണം ഞാനിങ്ങനെ ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എന്ന് സ്വയം വേദനിപ്പിക്കുന്നതായിട്ട് ചില വ്യക്തികളെ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കുമല്ല, ചില വ്യക്തികളാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം. സ്വയം വേദനിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. അയ്യോ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റുകൾ, അങ്ങ് തിരിച്ച് വന്നിരുന്നെങ്കിൽ ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പം ആ ഒരു കുറ്റപ്പെടുത്തലോടുകൂടി അല്ലെങ്കിൽ ആ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഐസൊലേഷനായിരിക്കുന്ന അവസ്ഥയാണ്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഐസൊലേഷനായിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഗ്രോത്ത് കണ്ട് അല്ലെങ്കിൽ ഒരു ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയെ കണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആഗ്രഹിച്ചതായിട്ടുള്ള യാതൊരു സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിച്ചില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു കാര്യം നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഒരു കുഞ്ഞിനെ എനിക്ക് ലഭിക്കണം, ആ കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ അല്ലാതെ തന്നെ മറ്റ് ചില സ്ഥാനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു
പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമായി പോയി എന്നുള്ളതിൽ നിങ്ങൾക്ക് നിരാശയുണ്ട്. ഓക്കെ, ഒരു നിരാശ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കണം, ഒറ്റയ്ക്ക് ചിന്തിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത്. ഓക്കെ, പക്ഷേ അതിലും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ഈ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ അന്ന് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, എൻ്റെ വഴി ഇങ്ങനെ പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ സ്വയം നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം. യൂണിവേഴ്സിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് അവരോട് ആരോ സംസാരിക്കുന്നത് പോലെ അവർക്ക് തോന്നും. മറ്റാരുമല്ല, സർവശക്തനായ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളെങ്ങനെ നടക്കണമെന്ന് ദൈവം നിങ്ങൾക്ക് ഉപദേശിച്ച് തരുന്നത് പോലെ, ഒരു അപ്പൻ എങ്ങനെയാണ്, ഒരു അമ്മ എങ്ങനെയാണ് ഒരു മക്കൾക്ക് വേണ്ടിയിട്ട് ഉപദേശിച്ച് തരുന്നത്, അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു വ്യക്തി, അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ തോന്നലാണെന്ന്. ഒരിക്കലും തോന്നലല്ല. നിങ്ങളെന്ന് പറയുന്ന ശരീരം രണ്ടാണ്. ശരീരവും ആത്മാവും എന്നുള്ള രണ്ട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ജീവൻ എന്നുള്ളൊരു കാര്യം ഉണ്ടായി വന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ശരീരവും ആത്മാവും കൂടി ചേർന്ന് മൂന്നാമതൊരാളുണ്ടാകുന്നു, ജീവൻ. ഓക്കെ, ആ ഒരു ജീവൻ നിങ്ങളിലേക്ക് വന്നത് ആത്മാവ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സംസാരം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ആ ആത്മാവ് വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ അംശമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആ തെറ്റിലേക്ക് പോകരുത്, നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് സംസാരിക്കും. ഓക്കെ, അതേസമയം തന്നെ നമുക്ക് ചില നെഗറ്റീവ് ചിന്തകൾ കൂടി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ട്. ഒരേ സമയം തന്നെ ഒരു വിഷയത്തിൽ രണ്ട് തീരുമാനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്നുള്ള രീതിയിൽ. ആ ഒരു സമയത്ത് നിങ്ങൾ എടുത്തു ചാടി ഒരു ചിന്ത ചെയ്യരുത്. കുറച്ച് നേരം നിങ്ങൾ ശാന്തമായിട്ട് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്ത് ഒരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്തിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് മനസ്സിനെ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു എടുത്തുചാടി തീരുമാനം എടുക്കരുത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഗ്രോത്തുകൾ നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു മദറിങ് കെയർ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തികളായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് പേഴ്സണൽ ലൈഫിൽ എല്ലാവരാലും ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ആ ഒരു കുറ്റബോധം, എന്തിനു വേണ്ടിയിട്ട് ഞാനിതൊക്കെ ചെയ്തു, എൻ്റെ ആത്മാവിൽ ഞാൻ സന്തോഷിക്കേണ്ട സമയങ്ങളെല്ലാം ഞാൻ എന്തിന് വേസ്റ്റാക്കി കളഞ്ഞു എന്ന് നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ചിന്തിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പേടിക്കുന്നതും അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കാര്യത്തിലാണ് എൻ്റെ വ്യൂവേഴ്സ് പേടിക്കുകയും ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നത്? ജസ്റ്റിസ്, നിങ്ങൾക്ക് നീതി ലഭിക്കണം. ഇപ്പം കോടതി സംബന്ധമായിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങൾക്ക് നീതി ലഭിക്കണം. ആ ഒരു കാര്യത്തിൽ നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയിട്ട് ദ ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. നിങ്ങളെ തകർത്തത് അല്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് ചില വ്യക്തികളിൽ വിജയം നേടണം. അത് നിങ്ങൾക്ക് ഒരു ചലഞ്ചായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അതെനിക്ക് ജയിച്ചേ പറ്റൂ. ഞാൻ ചെയ്യാത്ത തെറ്റുകളെ എന്നിൽ ആരോപിച്ചുകൊണ്ട് എന്നെ മാനസികമായും തകർത്തു. അത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം. തേർഡ് പാർട്ടി ആരുമാകാം. ലവ് തേർഡ് പാർട്ടി ആകാം, ഫാമിലി ആകാം, പേരൻസ് ആകാം, സുഹൃത്തുക്കളാകാം. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്തണം. ഇവിടെ ഒരു വിജയത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. വിജയം നിങ്ങളുടെ ലൈഫിൽ വേണം. അത് എങ്ങനെ എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ച് നിങ്ങൾക്ക് നേരിടുന്നുണ്ട്. ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, ചില കോടതി കേസുകളിൽ നിങ്ങളിപ്പോൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ന്യായം നിങ്ങൾക്ക് ലഭിക്കണം. അത് എങ്ങനെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കൂടെ ആര് നിൽക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭയപ്പെടുന്നു. തോറ്റുപോകുമോ എന്നുള്ളൊരു പേടിയും നിങ്ങൾക്കുണ്ട്. കാരണം ന്യായം നിങ്ങളുടെ ഭാഗത്തായിട്ടും
നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആരുമില്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ, തോറ്റു പോകുമോ, ആ തേർഡ് പാർട്ടിയുടെ മുന്നിൽ തകർന്നു പോകുമോ എന്നുള്ളതിൽ നിങ്ങൾ ഭയപ്പെടുന്നതായും കാണുന്നു. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭയപ്പെടുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം. ജസ്റ്റിസ്, നീതി, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ചുറ്റുപാട് ഇപ്പോഴുള്ള വ്യക്തികൾ എങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് നിങ്ങൾ സമീപിക്കുന്നത്? അല്ലെങ്കിൽ ഇന്നത്തെ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞതോ വരാൻ പോകുന്നതോ ആകാം. ഓക്കെ, ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. എതിർപ്പുകളാണ് വരുന്നത്. ഓക്കെ, 6 ഓഫ് കപ്പ്. നിങ്ങൾക്ക് ഒന്നുകിൽ കൂടെ നിൽക്കുന്ന വ്യക്തികൾ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, അച്ഛനായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന വ്യക്തികൾ, സുഹൃത്തുക്കളുടെ അതായിരിക്കാം. ചില ദേഷ്യങ്ങൾ, വാക്കുതർക്കങ്ങൾ, ഈഗോ, അതൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. ഒരു ഭയങ്കരമായിട്ടുള്ള അടിപിടിയൊന്നുമല്ല, ചില സ്ഥാനങ്ങളെ ചൊല്ലി. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷന് വേണ്ടിയിട്ടായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്ഥാനമുണ്ട്. ആ ഒരു സ്ഥാനത്തിന് വേണ്ടി 2 പേര് മത്സരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ എംപററും വന്നിട്ടുണ്ട്, അതുപോലെ ക്യൂൻ ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. ഒരു സിംഹാസനത്തിന് വേണ്ടിയിട്ട് 2 പേര് മത്സരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളത് പ്രകടമായിട്ടുള്ള മത്സരമായിരിക്കാം, അതല്ലെന്നെങ്കിൽ ഉള്ളിലുള്ള മത്സരങ്ങളായിരിക്കും. അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കുന്നില്ല, ഇങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല. ചിലപ്പം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പുരുഷന്മാരോട് മത്സരിക്കുന്നത്, ഒരു സ്ത്രീയും പുരുഷനെയും കാണുന്നുണ്ട്. എല്ലാത്തിലും സ്ത്രീയും പുരുഷനും ആയിരിക്കണമെന്നില്ല. 2 സ്ത്രീകളാവാൻ സാധ്യതയുണ്ട്, 2 പുരുഷനാകാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ കൂടുതലും എനർജി ഒരു സ്ത്രീയും പുരുഷനുമായിട്ടുള്ളൊരു മത്സരം കാണുന്നുണ്ട്. ഓക്കെ, സുഹൃത്തുക്കളാവാനുള്ള സാധ്യത കൂടുതലാണ്. സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികൾ, കുറേ നാളായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള, ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആവാനുമുള്ള സാധ്യതയുണ്ട്. ഒരു മത്സരം, അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കുക എന്നുള്ളതിന് ഒരു മത്സരം കാണുന്നുണ്ട്. ഓക്കെ, വലിയ അടിയും വഴക്കും എന്നുള്ളതല്ല, ചില ഈഗോ പ്രശ്നങ്ങൾ. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണും ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു റീഡിങ്ങിൽ നിന്നും ഇന്നേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ലൈഫ് ലെസൺ എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ലൈഫ് ലെസൺ. 5 ഓഫ് പെൻറ്റിക്കിളാണ്, കിങ് ഓഫ് പെൻറ്റിക്കിളും വന്നിട്ടുണ്ട്. ഇത് ചാരിയറ്റാണ്. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയണം. എല്ലാം നമ്മളിങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ സന്തോഷിക്കാൻ കഴിയില്ല. ഇതുപോലെയുള്ള സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചില കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തേക്ക് വന്ന ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. ഇല്ല, ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ കെട്ടി വലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേദനിക്കും. ആ വേദനയിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴുള്ള ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് സന്തോഷങ്ങൾ കടന്നു വരികയുള്ളൂ. അപ്പം ഇവിടെയും വിട്ടുകൊടുക്കേണ്ട എന്താണ്? ഈ ഒരു പഴയ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള പഴയ കാര്യങ്ങളെ ഞാൻ വിട്ടുകളയുകയാണ്. ആ വിട്ടുകളയുന്നതോടൊപ്പം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ബാക്കി നിൽക്കുന്നതായ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഈ ഒരു സന്തോഷം, ഇത് റൂട്ട് ഇഷ്യൂ ആണ്. ഓക്കെ, ഈ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ഈ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഓക്കെ, ഇവിടെയും ക്ലാരിഫൈ ചെയ്തത് 5 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങൾ ചില കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ. വീണ്ടും പഴയ കാര്യം, എന്നോട് അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ആ ഒരു കാര്യത്തെ വിട്ട് കളയാതെ മുന്നോട്ട് പോകാതെ വീണ്ടും സ്റ്റക്കായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ ഒരു സമാധാനം സന്തോഷവും നിങ്ങളുടെ ലൈഫിൽ വരത്തുമില്ല. അത് കാരണം ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അത് പോട്ടെ, വന്നത് വന്നു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് ചിന്തിക്കണം. അല്ലാതെ ഇപ്പം നമ്മുടെ ലൈഫിലൊക്കെ തന്നെയും എന്തെങ്കിലുമൊക്കെ നമ്മളൊരു വീഴ്ച വീണ് കഴിഞ്ഞാൽ അവിടെ വീണു, അതോടുകൂടി നമ്മുടെ ലൈഫ് തീർന്നു എന്ന് വിചാരിക്കാതെ ഏതെങ്കിലും ഒരു ചെറിയ
കച്ചിത്തുരുമ്പിൽ പിടിച്ച് കയറിയിട്ട് എങ്ങനെ കയറാം, എങ്ങനെ കയറാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ കയറിയവരാണെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് ശ്രദ്ധയോടുകൂടി എങ്ങനെ നടക്കാം, ഈ വീഴ്ച എൻ്റെ ജീവിതത്തിൽ ഇനി വരാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. പഴയ കാര്യങ്ങൾ വിട്ടുകളയുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോന്ന് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഓക്കെ, പിന്നെ ഞാനിന്ന് യാത്രയിലാണോ? ഇന്ന് 11 മണിയോടുകൂടി ഞാൻ എൻ്റെ ഓണാഘോഷങ്ങളെല്ലാം അവസാനിച്ച് ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു കയറുന്നു. അപ്പം 3 ദിവസം റീഡിങ് എടുക്കുന്നതിന് ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും കൂടി റീഡിങ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കഴിവതും എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാനത് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. കാരണം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ വിഷമിച്ചിരിക്കുന്നതെന്നറിയാം. ഞാനത് എങ്ങനെയെങ്കിലും ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഹാപ്പി ആയിരിക്കുക.